എന്നെ സിവിൽ സർവീസിലേക്ക് വരാൻ വേണ്ടി അബോധമായി ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുള്ളവർ മോഹൻലാലും മമ്മൂട്ടിയുമാണ്. സിനിമകൾ നിങ്ങൾക്കറിയാം, ഡയലോഗുകൾ നിങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം കണ്ടത് നരസിംഹം സിനിമയാണ്. പിന്നീടാണ് എനിക്ക് അതിൻ്റെ അബദ്ധം മനസ്സിലായത്. നിങ്ങൾക്ക് ഒരിക്കലും ഇൻ്റർവ്യൂ പാസ്സായാൽ അന്നത്തെ ദിവസം IAS കിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും സാമി 2 സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ വിക്രം ഇൻ്റർവ്യൂവിന് പോകുന്ന സീൻ കണ്ടിട്ടുണ്ടോ? സാമി, യു വാണ്ട് IPS, IAS, IRS, IFS എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു IPS സാർ. ഉടനെ IPS ഒരു സീൽ വെച്ച് അടിച്ചു കൊടുക്കുന്നു, കയ്യിലെടുത്ത് കൊടുക്കുന്നു. സിവിൽ സർവീസ് എന്ന ഓപ്ഷൻ സാഹിത്യവും സിനിമയും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചേർന്ന് ഹൈലി റൊമാൻറ്റിസൈസ് ചെയ്ത ഒരു പോയിന്റാണ്. ഒരിക്കലും ഇവിടുത്തെ ഒരു ഓട്ടോക്കാരന് സിവിൽ സർവീസ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ആ ദിവസത്തെ റിസൾട്ടിൽ IAS കിട്ടി ആ ജില്ലയിൽ തന്നെ കളക്ടറായിട്ട് പോസ്റ്റിംഗ് കിട്ടില്ല. മലയാളത്തിലെ ഒരു സിനിമയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരിക്കലും കിട്ടില്ല. കാരണം ഇടയ്ക്ക് 2 കൊല്ലത്തെ ട്രെയിനിങ് ഉണ്ട്, ഇടയ്ക്ക് പ്രൊബേഷൻ ഉണ്ട്, ആ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം, പോസ്റ്റിംഗ് എക്സാം ഉണ്ട്, അതിനിടയ്ക്ക് ഭാരത് ദർശൻ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു സിവിൽ സർവൻറ്റ് രൂപപ്പെടുന്നത്.